ഹായ്, ഐ എം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല തൊണ്ട പ്രശ്നമുണ്ട്. നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ് മുടക്കണ്ടെന്ന് കരുതിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചില വേർഡ്സ് ഒക്കെ അത്ര ക്ലിയർ ആവത്തില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞോളാം ആൻസർ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് സേന സൈറ്റ്സ് ബീഹാർ മോഡൽ ടു സീക്ക് CM ചെയർ ഫോർ ഷിൻഡെ എന്ന് പറയുന്ന ന്യൂസ് ആണ്. അതായത് ശിവസേന ആവശ്യപ്പെട്ടിരിക്കുന്നത് ഷിൻഡെക്ക് ചീഫ് മിനിസ്റ്റർ പൊസിഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഷെയറിംഗ് ബേസിസിൽ ഫസ്റ്റ് 2.5 years BJP or ശിവസേന ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ടൈം ദ അതർ പാർട്ടി അങ്ങനെ കൊടുക്കണമെന്ന്. അപ്പം അതെന്താവുന്ന വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. കാര്യം BJP is very close to majority, so and also they got the support of Ajit Pawar's NCP. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ പ്രോബ്ലം ഒന്നും തോന്നുന്നില്ല. ആ ഒരു വിഷയമൊക്കെ അവർക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും either ഏകനാഥ് ഷിൻഡെ or ദേവേന്ദ്ര ഫട്നാവിസ് will become the chief minister of Maharashtra. That is for sure. ഒന്നുകിൽ ഷിൻഡെ അല്ലെങ്കിൽ ഫട്നാവിസ്. അപ്പൊ ആരാണെന്ന് ഒരിക്കലും കൺഫേംഡ് ആയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പാർലമെന്റിന്റെ വിന്റർ സെഷൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. അത് ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ നിങ്ങളുടെ അടുത്ത്. പാർലമെന്റിന്റെ ലാസ്റ്റ് സെഷൻ ഇൻ എ ഇയർ ഈസ് വിന്റർ സെഷൻ ആൻഡ് ദാറ്റ് സ്റ്റാർട്ടഡ് യെസ്റ്റർഡേ ആൻഡ് there were disruptions because of the Adani issue. അദാനി ഇഷ്യൂ നിങ്ങൾക്ക് ഞാൻ എന്താണെന്ന് ഇന്നലെ പറഞ്ഞാൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെന്റ് തടസ്സപ്പെട്ടു. ടുഡേ there is no parliament session. There is a separate joint sitting of parliament that will be addressed by President of India because of the fact that today is November 26. What is the importance of November 26? You all know very well. On November 26, 1949, Constituent Assembly adopted India's constitution. So today is again November 26. This is 2024. So 75 years completed after the adoption of Indian Constitution by the Constituent Assembly. അപ്പോൾ അതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. 75 years അത് എപ്പോഴും കമ്മമറേറ്റ് ചെയ്യുന്നതാണ്. സോ ഇന്ത്യൻ പാർലമെന്റ് ഈസ് ഗോയിങ് ടു കമ്മമറേറ്റ് the adoption of Indian Constitution by Constituent Assembly and it is the 75th year. അതിന്റെ കമ്മമറേഷൻ ആണ്. സോ ഇന്ത്യൻ പാർലമെന്റിൽ മറ്റു ഡിസ്കഷൻസ് ഒന്നും ഇന്ന് ഇല്ല. അതേപോലെ November 26 is another important day for India. India's National Milk Day. നാഷണൽ മിൽക്ക് ഡേ ആണെന്ന്. കാരണം ഇന്ത്യയിലെ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്ന സംഭവത്തിൽ കൂടെ മിൽക്ക് റവല്യൂഷൻ അല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ നടപ്പാക്കിയ മനുഷ്യൻ മലയാളിയായ ഡോക്ടർ വർഗീസ് കുര്യൻ. അമുൽ എന്ന് പറയുന്ന ലോകോത്തര ബ്രാൻഡ്, വേൾഡ് ക്ലാസ് ബ്രാൻഡ്, വേൾഡ്സ് ബിഗ്ഗസ്റ്റ് മിൽക്ക് കോപ്പറേറ്റീവ്, വേൾഡിലെ ബിഗ്ഗസ്റ്റ് മിൽക്ക് കോപ്പറേറ്റീവ് ആണ് അമുൽ സ്റ്റാർട്ട് ചെയ്തത് ഗുജറാത്തിലെ ആനന്ദ് എന്ന സ്ഥലത്ത് ആണ്. അതുകൊണ്ടാണ് ആ പേര് അങ്ങനെ വന്നത്. അമുൽ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് അമുൽ എന്ന് പറയുന്നത്. ആ അമുൽ എന്റെ ബാക്കിൽ പ്രവർത്തിച്ച വിഷണറി ആയിട്ടുള്ള മലയാളി ഡോക്ടർ വർഗീസ് കുര്യൻ. ഹിസ് ബർത്ത്ഡേ ഈസ് ഓൺ November 26. ദാറ്റ്സ് വൈ ഇന്ത്യ celebrates November 26 as National Milk Day also, in addition to National Law Day or Constitution Day. Okay, അപ്പം അതും അറിഞ്ഞിരിക്കുക. പിന്നെ വേറൊരു കാര്യം, ആഫ്റ്റർ ക്ലൈമറ്റ് ടോക്സ് നേഷൻസ് gather to iron out treaty to cut plastics. അപ്പൊ ക്ലൈമറ്റ് ടോക്സ് ഇപ്പൊ നടന്നേ ഉള്ളൂ. UNFCCCയുടെ നേതൃത്വത്തിൽ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ നേതൃത്വത്തിൽ COP29 സമ്മിറ്റ് ബാക്കു, അസർബൈജാന്റെ ക്യാപിറ്റലായ ബാക്കുവിൽ വെച്ച് നടന്നു. അവിടെ വെച്ച് $300 billion, $30,000 കോടി ഡെവലപ്പിംഗ് നേഷൻസിന് ക്ലൈമറ്റ് ട്രാൻസിഷന് വേണ്ടി കൊടുക്കാം ഇയർലി എന്ന് അവർ സമ്മതിച്ചു. ദാറ്റ് ഈസ് ഗ്രോസ്ലി ഇൻഎഡ്യൂക്കേറ്റ് എന്നാണ് ഡെവലപ്പിംഗ് നേഷൻസിന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ദേ ഡിമാൻഡഡ് ഫോർ $1.3 trillion per year, ബട്ട് ദേ ഗോട്ട് ഓൺലി $300 billion. അപ്പോൾ ആ മീറ്റിംഗ് ഒരു ഇപ്പൊ അവസാനിച്ചു. ഇറ്റ് ഈസ് നോട്ട് എൻഡഡ് ഇൻ എ ഹാപ്പി നോട്ട് ഫോർ ഡെവലപ്പിംഗ് നേഷൻ. സ്റ്റിൽ കുറച്ചൊക്കെ അച്ചീവ് ചെയ്തെന്ന് പറയാം. അതിനുശേഷം എന്താ, പ്ലാസ്റ്റിക് വേൾഡിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിന്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്. അത് നടക്കാൻ പോകുന്നത് December 1st, ജസ്റ്റ് 1 week ആഫ്റ്റർ ഈ ബാക്കു സമ്മിറ്റിന്റെ കൺക്ലൂഷന് ശേഷം ഈ December 1st ബുസാനിൽ നടക്കാൻ പോകുന്നത്. വേർ ഈസ് ബുസാൻ? ബുസാൻ ഈസ് എ സിറ്റി ഇൻ സൗത്ത് കൊറിയൻ സിറ്റിയാണ് ബുസാൻ. അവിടെ വെച്ച് ഈ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ പ്രൊഡക്ഷന്റെ സ്റ്റോപ്പിങ്ങിനെ കുറിച്ചും പ്ലാസ്റ്റിക് കൺട്രോളിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മീറ്റിംഗ് നടക്കാൻ പോയാണ്. അപ്പൊ ബുസാൻ അത് മറക്കാതിരിക്കുക. അപ്പൊ അത് ആ ദിവസം ആകുമ്പോൾ ന്യൂസ് പേപ്പറിലൊക്കെ വലിയ ന്യൂസ് വരും. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജില് ഒരു കാര്യം പറയാനുള്ള, അത് ആക്ച്വലി നിങ്ങൾക്ക് വലിയ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഞാൻ പറയാണ്.
സെൻട്രൽ ഗവൺമെന്റ് എക്സ്റ്റെൻസ് ബാൻ ഓൺ ഉൾഫ ഫോർ 5 more years. ഉൾഫ എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് വൺ ഓഫ് ദ മോസ്റ്റ് ഡ്രഡഡ് ടെറർ ഔട്ട്ഫിറ്റ്സ് ഇൻ ഇന്ത്യ, വൺ ഓഫ് ദ മോസ്റ്റ് ഡ്രഡഡ് ടെറർ ഓഫ് ഔട്ട്ഫിറ്റ്സ് ഇൻ ഇന്ത്യ ആയിരുന്നു ഉൾഫ വൺസ് അപ്പോൺ എ ടൈം. ബട്ട് നൗ ഇറ്റ് ഈസ് എ വെരി വീക്ക് ഔട്ട്ഫിറ്റ്. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉൾഫയുടെ എക്സ്പാൻഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം. യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം, യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം, ആസാമിന് ഒരു സെപ്പറേറ്റ് രാജ്യമൊക്കെ ആക്കാൻ വേണ്ടി പ്രവർത്തിച്ചതാണ്. ബട്ട് നൗ ദേ ആർ ഓൾമോസ്റ്റ് എക്സ്റ്റിങ്ക്റ്റ് എന്ന് തന്നെ പറയാം. പക്ഷെ സ്റ്റിൽ ഇന്ത്യ ഗവൺമെന്റ് ബാൻ ദാറ്റ് ഓർഗനൈസേഷൻ ഫോർ നെക്സ്റ്റ് 5 more years. ഓക്കെ, ഉൾഫ. അതാണ് അവിടെ പറയാനുള്ളത്. വേറെ ന്യൂസ് ഒന്നുമില്ല. MK സ്റ്റാലിൻ പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ്. MK സ്റ്റാലിൻ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ, വി ഹാവ് നോ കൊമേഴ്സ്യൽ ലിങ്ക് വിത്ത് അദാനി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞേക്കുക. അദാനി ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ട ഈ അമേരിക്കയിലെടുത്ത കേസിൽ തമിഴ്നാട് ഗവൺമെന്റിനെയൊക്കെ അവർ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. തമിഴ്നാട് ഗവൺമെന്റ് ഓഫീഷ്യൽസിനൊക്കെ അദാനി ഗ്രൂപ്പ് ബ്രൈബ് കൊടുത്തെന്നുള്ള പേരിൽ. അപ്പൊ അത് വേണ്ട, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. സുപ്രീം കോർട്ടിന്റെ ഒരു വേർഡിക്റ്റ്. ആക്ച്വലി ടുഡേ ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ, November 26. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേ ദിവസം സുപ്രീം കോടതിയുടെ വളരെ സുപ്രധാനമായിട്ടൊരു വിധി വരികയാണ്. സഞ്ജീവ് ഖന്ന, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്, ഇന്ത്യയുടെ 51st ചീഫ് ജസ്റ്റിസ് ആണ് ആ ഡിസിസീവ് ആയിട്ടുള്ള വേർഡിക്റ്റ് പുറപ്പെടുവിച്ചത്. സുബ്രഹ്മണ്യൻ സ്വാമിയൊക്കെ പോലുള്ള ചില ആൾക്കാർ കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തു. 42nd അമെന്റ്മെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, 1976 42nd അമെന്റ്മെന്റ്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് തന്നെ പറയാറുണ്ട്. 42nd അമെന്റ്മെന്റ്. ഈ 42nd അമെന്റ്മെന്റ് വഴി പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് സോഷ്യലിസ്റ്റ് എന്നും സെക്യുലർ എന്നും എനിക്കൊന്ന് വേറെ ഏതോ ഫ്രറ്റേണിറ്റി അങ്ങനെ അങ്ങോട്ടൊരു വേർഡും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ അത് ആക്ച്വലി 1976 42nd അമെന്റ്മെന്റ് വഴിയാണ് അത് ചെയ്തത്. അതിപ്പോ 1949 November 26 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ അങ്ങനെ ഈ 76 ഒരു എന്താ പറഞ്ഞ അങ്ങനെ ചെയ്യാനുള്ള അവകാശമില്ല. പ്രത്യേകിച്ച് പ്രിയാമ്പിളിൽ അതിൻ്റെ അകത്ത് അങ്ങനെ ചെയ്യാനുള്ള അവകാശമില്ലെന്നാണ് ഇവർ വാദിച്ചത്. പക്ഷേ ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നു, ആർട്ടിക്കിൾ 368 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് അമെൻഡ് ചെയ്യാൻ ഇന്ത്യൻ പാർലമെന്റിന് അവകാശം കൊടുക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 368. ആർട്ടിക്കിൾ 368ന്റെ ആപ്ലിക്കേഷൻ പ്രിയാമ്പിളിന്റെ കേസിലും വരുത്താൻ, അതായത് പ്രിയാമ്പിളും അമെൻഡ് ചെയ്യാൻ വിത്തൗട്ട് ചേഞ്ചിങ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ബേസിക് ക്യാരക്ടർ അഫക്ട് ചെയ്യാത്ത രീതിയിൽ പ്രിയാമ്പിളും അമെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള കേസ് തന്നെ 1973 സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. ആ വിധി ഒന്നുകൂടെ അവർ റീട്രേറ്റ് ചെയ്തേക്കാണ് ഇവിടെ സുപ്രീം കോടതി. അപ്പൊ ആർട്ടിക്കിൾ 368 എന്ന് പറഞ്ഞാൽ അതനുസരിച്ചാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഇന്ത്യൻ പാർലമെന്റിന് അമെൻഡ് ചെയ്യാനുള്ള അവകാശം കൊടുത്തിരിക്കുന്നത്. ആ അമെൻമെന്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി ആപ്ലിക്കബിൾ ടു പ്രിയാമ്പിൾ ഓൾസോ, ബിക്കോസ് പ്രിയാമ്പിൾ ഈസ് ഓൾസോ എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ 1973 സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സെക്യുലർ എന്ന സോഷ്യലിസ്റ്റ് എന്നുള്ള വേർഡ്സ് ആഡ് ചെയ്യാൻ ഇന്ത്യൻ പാർലമെന്റിന് അവകാശം ഉണ്ട് എന്ന് ആണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് ഇത്. പിന്നെ താഴോട്ട് വരെ വേറൊരു കാര്യം, സെൻട്രൽ ഗവൺമെന്റ് അനൗൺസസ് 1435 crore PAN 2 പ്രോജക്ട്. പാൻ നമുക്കറിയാം, പെർമനന്റ് അക്കൗണ്ട് നമ്പർ. ഇന്ത്യയിൽ 78 കോടി ആൾക്കാർക്ക് പാൻ നമ്പർ ഉണ്ട്. അതിൽ 98% ഇതും പേഴ്സണൽ പാൻ ആണ്. ഇപ്പോൾ എനിക്കൊരു പാൻ ഉണ്ട്, നിങ്ങൾക്ക് പലർക്കും കാണും, അതെല്ലാം പേഴ്സണൽ ആണ്. അതുപോലെ നമുക്ക് ബിസിനസ്സിനും പാൻ കാർഡ് എടുക്കാം. അപ്പൊ ഈ പാൻ കാർഡുകളുടെ ഉപയോഗം കൂടുതൽ കാര്യക്ഷമമാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ടാക്സ് കളക്ഷനിലും മറ്റെല്ലാ കാര്യങ്ങളിലും ഡിജിറ്റൽ ഇന്ത്യ സ്കീമിന്റെ ഭാഗമാക്കിക്കൊണ്ട് പാൻ കാർഡുകളെ നിലനിർത്തിക്കൊണ്ട് പാനിന്റെ കൂടുതൽ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ത്രൂ ഡിജിറ്റൽ മീൻസ്, അതാണ് ഗവൺമെന്റ് ലക്ഷ്യം. അതാണ് പാൻ 2 എന്ന് പറയുന്ന സ്കീം വഴി 1435 crore അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ദ സെൻട്രൽ ഗവൺമെന്റ് ഓൺ മൺഡേ announced the 1435 crore PAN 2 project to make the permanent account number a common business identifier for all digital systems of government agencies now. അവിടെ ഇതിനുള്ള ഡിസിഷൻ എടുത്തേക്കുന്ന CCEA ആണ്. CCEA എന്താണെന്ന് പറഞ്ഞിരിക്കുക, there are various cabinet committees under the chairmanship of Prime Minister of India, because he is the chairman of cabinet. So there is cabinet committee on economic affairs,
This is Cabinet Committee on Economic Affairs. There is another Cabinet Committee on Security. There is another Cabinet Committee on Parliamentary Affairs. There are numerous number of Cabinet Committees. Out of them, the most important Cabinet Committee is Cabinet Committee on Economic Affairs. Chairman of Cabinet Committee on Economic Affairs is Prime Minister of India, and they took the decision to implement a new centrally sponsored scheme, and they gave 1435 crore for this PAN 2 project. PAN 2 project എന്താണെന്നോട് പറയുന്നുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അവിടെ അശ്വിനി കുമാറിന്റെ ഫോട്ടോയും കാണാം. അശ്വിനി കുമാർ ഇന്ത്യയുടെ റെയിൽവേ മിനിസ്റ്ററും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് അദ്ദേഹത്തിന്റെ കയ്യിലാണെന്ന് തോന്നുന്നു. കുറെ മിനിസ്റ്ററുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, ടെലികമ്മ്യൂണിക്കേഷൻ ഒക്കെ അദ്ദേഹത്തിന്റെ കയ്യിലാണ്. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേയെ കുറിച്ചുള്ള വലിയൊരു അഡ്വർടൈസ്മെന്റ് ഇവിടെ കാണാം. ഡോക്ടർ BR അംബേദ്കറിന്റെ ഫോട്ടോയും കാണാം. BR അംബേദ്കറിനെയാണ് ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് എന്തുകൊണ്ടാണെന്ന് അറിയാം. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ മോഡിക്കൊപ്പം കാണുന്നത് ഹരിയാനയുടെ ചീഫ് മിനിസ്റ്ററാണ് നയാബ് സിംഗ് സൈനി. ചീഫ് മിനിസ്റ്റർ ഓഫ് ഹരിയാന നയാബ് സിംഗ് സൈനി. ഇവിടെ തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്ററിന്റെ ഫോട്ടോ കാണാം. രേവന്ത് റെഡ്ഡിയാണ് തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ. ഇനി നമ്മൾ എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണ് നോക്കാം. റിട്ടേൺ ടു ആക്ഷൻ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. റിട്ടേൺ ടു ആക്ഷൻ. ഈ റിട്ടേൺ ടു ആക്ഷൻ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ, ബാക്കു, അസർബൈജാനിലെ ബാക്കുവിൽ നടന്ന ക്ലൈമറ്റ് കോൺഫറൻസിനെ കുറിച്ച്, അതായത് COP29 മീറ്റിംഗിനെ കുറിച്ച്. ആ COP29 മീറ്റിംഗില് വളരെ ആക്ച്വലി ഡെവലപ്പിംഗ് നേഷൻസ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് അവരുടെ മീറ്റിംഗ് അവസാനിപ്പിച്ചത്. അതിൽ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസും സ്മോൾ ഐലൻഡ് നേഷൻസിന്റെ ഒക്കെ ഗ്രൂപ്പുകൾ ആ മീറ്റിംഗിൽ നിന്ന് അവർ വാക്കൗട്ട് നടത്തി. പ്രൊട്ടസ്റ്റ് കാരണം. എന്ത് പ്രൊട്ടസ്റ്റ്? ഡെവലപ്ഡ് നേഷൻസിന്റെ ഇൻഡിഫറൻസ് ടുവേർഡ്സ് ദ നീഡ്സ് ഓഫ് ഡെവലപ്പിംഗ് ആൻഡ് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്. ഈ ഡെവലപ്ഡ് നേഷൻസ് ഹൗ ദേ ഗോട്ട് ഡെവലപ്ഡ്? ദേ ഡെവലപ്ഡ് ആഫ്റ്റർ എമിറ്റിംഗ് എ ലോട്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ടു ദ അറ്റ്മോസ്ഫിയർ. So they are historically responsible for the pollution and the climate change, and the developing nations are bearing the brunt of those climate change. Developing nations are directly bearing the consequences of this climate change, and that was mainly happened due to the actions of developed nations, but they are not taking the responsibility for their these deeds. അല്ലേ, ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് ഈ ക്ലൈമറ്റ് ടോക്സിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ തന്നെ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നാണ്. കോമൺ ആണ് ലോകത്തിന് ക്ലീൻ ചെയ്യുക, നമ്മളുടെ എൻവയോൺമെന്റിനെ ക്ലീൻ ചെയ്യുക, നമ്മുടെ ക്ലൈമറ്റിന് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ കൂടെ മുന്നോട്ട് കൊണ്ടുപോവുക. ഓൾ ദീസ് തിങ്സ് ആർ ദ കോമൺ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഓൾ ദ നേഷൻസ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ദ റെസ്പോൺസിബിലിറ്റി ഫോർ ഡൂയിങ് ദീസ് തിങ്സ് വേരീസ്. Differential responsibility now, because developed nations have more responsibility because they only made this world like this. നമ്മളുടെ ക്ലൈമറ്റിനെ ഡിറ്റീറിയേറ്റ് ചെയ്യാൻ കാരണമായത് അവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡെവലപ്ഡ് നേഷൻസ് $1.3 trillion പെർ ഇയർ വെച്ച് 2035 കൂടി അല്ലെ 2035 വരെ ആനുവലി കൊടുക്കണമെന്ന് ഡെവലപ്പിംഗ് നേഷൻസ് ആവശ്യപ്പെട്ടത്. ബട്ട് ദേ പ്ലഡ്ജ് ഓൺലി $300 billion. അതാണ് മെയിൻലി ഉള്ള ഒരു കണ്ടൻഷ്യസ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഡെവലപ്പിംഗ് നേഷൻസ് ആവശ്യപ്പെട്ടതിന്റെ വെറും 20% മാത്രമാണ് കൊടുത്തേക്കുന്നത്. $300 billion അല്ലെങ്കിൽ 30,000 crores of dollars ആണ്. ദാറ്റ് ഈസ് നോട്ട് എ സ്മോൾ എമൗണ്ട്. പക്ഷേ ഇത് ഈ 30,000 crores of dollars അല്ലെങ്കിൽ $300 billion കൊടുക്കുന്നത് പോലും ഒരു പബ്ലിക് ഫിനാൻസ് ആയിട്ടല്ല അവർ കൊടുക്കുന്നത്. ആക്ച്വലി കൺസെഷണൽ ലോൺസ് ആയിട്ടൊക്കെയാണ് കൊടുക്കേണ്ടത്. പക്ഷെ അങ്ങനെയല്ല. അവർ പറഞ്ഞിരിക്കുന്ന പല രീതിയിൽ ഫിനാൻസ് കിട്ടും, പ്രൈവറ്റ് ഫിനാൻസ് കിട്ടും, അതിന് നല്ല ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഒപ്പം തന്നെ ഗ്രാൻഡ് ആയിട്ടൊന്നും അങ്ങനെ വലിയ എമൗണ്ട് കൊടുക്കാൻ ഗവൺമെന്റുകൾ തയ്യാറല്ല ഈ ഡെവലപ്ഡ് നേഷൻസിന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോസ്റ്റ് ഇതിന്റെ ഈ പറഞ്ഞ ഈ ഫിനാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് $300 billion ചുമ്മാ അല്ല കൊടുക്കുന്നത്. അത് ലോൺസ് ആയിട്ടും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായിട്ടുള്ള ഫണ്ടിങ് ആയിട്ടും ഒക്കെയാണ്. അതിന്റെ എല്ലാത്തിന്റെയും മുകളിൽ ഒരു കോസ്റ്റ് അസോസിയേറ്റഡ് ആയിട്ട് കാണും, ഇൻട്രസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അതൊക്കെ ഡെവലപ്പിംഗ് നേഷൻസിന് ചിലപ്പോൾ അൺആക്സസിബിൾ ആവും. ഈ കോസ്റ്റ്ലി ആണ് ഈ ഫണ്ട് ട്രാൻസ്ഫർ ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ ആ കാര്യത്തിലൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. പിന്നെ
അപ്പൊ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ഡെവലപ്ഡ് നേഷൻസ് ആണ് ഹിസ്റ്റോറിക്കലി റെസ്പോൺസിബിൾ ഫോർ കാർബൺ എമിഷൻ. പക്ഷേ എല്ലാവരും അവർ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം വരുമ്പോൾ ബാക്ക് ട്രാക്ക് ചെയ്യുന്നു. ഈ ഫോസിൽ ഫ്യൂൽ ബേസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഈവൻ ഡെവലപ്പിംഗ് നേഷൻസിന്റെ മുകളിൽ പോലും അടിച്ചേൽപ്പിച്ചത് ഡെവലപ്ഡ് കൺട്രീസ് ആണ്. അപ്പോ എന്തായാലും ഒരു ഗ്ലോബലൈസ്ഡ് സ്പിരിറ്റ് നമുക്ക് ഈ ലോകത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാനും ഒരു കോമൺ ആയിട്ടുള്ള പരിഹാരം കാണാനൊക്കെ ഉള്ള എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ സോളിഡാരിറ്റിക്ക് അപ്പുറം ഒരു മാർക്കറ്റ് കോമ്പറ്റീഷന്റെ ലോജിക്കാണ് ഈവൻ ക്ലൈമറ്റ് ആക്ഷൻസിന് പോലും ലോകത്തിന് നയിച്ചുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഇനിയൊരു കാര്യം കൂടെ സംഭവിക്കാം. that is widely anticipated because Donald Trump, America's new president, is totally against this climate agreement, Paris climate agreement. He withdrew from Paris climate agreement when he was the president of America for the first time. After that, Joe Biden came to power in USA and he again joined Paris climate agreement. But Trump is going to become the president of USA on January 20. He will again withdraw from the Paris agreement. That is widely anticipated. അപ്പോൾ ഈ പറഞ്ഞ ക്ലൈമറ്റ് എഫേർട്ട്സൊക്കെ ഡെവലപ്ഡ് നേഷൻസിൽ നിന്ന് കിട്ടുമെന്ന് ഫണ്ടിങ്ങിന്റെ കാര്യത്തിലൊക്കെ എസ്പെഷ്യലി അമേരിക്കയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് കൊടുക്കേണ്ടത്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ മൊത്തത്തിൽ ഈ പറഞ്ഞ ബാക്കുവിലുണ്ടായ അഗ്രിമെന്റ് ഒക്കെ എത്രത്തോളം ഫ്രൂട്ട്ഫുൾ ആവും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈവൻ $300 ബില്യൺ പോലും. അടുത്ത കോപ്പ് സമ്മിറ്റ് നടക്കാൻ പോണ ബ്രസീലിൽ വെച്ചാണ്. ബ്രസീൽ നെക്സ്റ്റ് കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസിന്റെ 30th സമ്മിറ്റ്. ഇപ്പൊ 29 സമ്മിറ്റിലെ നടന്ന ബാക്കുവിൽ 30th സമ്മിറ്റ് നടക്കാൻ ബ്രസീലിൽ വെച്ചാണ്. ബ്രസീലിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു ക്ലൈമറ്റ് ടോക്കിന്റെ ആവശ്യകതയെ കുറിച്ച് തന്നെ ആദ്യം ചിന്തിക്കുന്ന ബ്രസീലിൽ വെച്ച് നടന്ന 1992 എർത്ത് സമ്മിറ്റിലാണ്. 1992 എർത്ത് സമ്മിറ്റ് അല്ലെങ്കിൽ ഭൗമ ഉച്ചകോടി. ഇപ്പൊ അതൊന്നും നടക്കാറില്ല. പകരമാണ് ഇപ്പോഴത്തെ കോപ്പ് സമ്മിറ്റുകൾ നടക്കുന്നത്. അപ്പൊ ആ ബ്രസീലിലാണ് നെക്സ്റ്റ് 30th കോപ്പ് സമ്മിറ്റ് നടക്കാൻ പോണ നെക്സ്റ്റ് ഇയറിൽ. ഇനി മോറൽ സ്റ്റെയിൻ എന്ന് പറയുന്ന രണ്ടാമത്തെ എഡിറ്റോറിയൽ. ഇത് ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ. അപ്പൊ ഇസ്രായേലിന്റെ ഫോമർ ഡിഫൻസ് മിനിസ്റ്റർ യോവ് ഗാലന്റ്, ഇപ്പം ഹീസ് നോട്ട് ദ ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ. റീസെന്റ് ഹി വാസ് ഔട്ട്സ്റ്റഡ് ഫ്രം ദാറ്റ് പൊസിഷൻ. ഇപ്പോ ഡിഫൻസ് മിനിസ്റ്റർ അല്ല, പക്ഷേ പഴയ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു യോവ് ഗാലന്റ് and Benjamin Netanyahu. Both of them were indicted by ICC, International Criminal Court, headquartered in Hague. Hague is in Netherlands. ഈ രണ്ട് പേരെയും വാർ ക്രിമിനൽസ് ആണ്, അല്ലെങ്കിൽ അവര് യുദ്ധക്കുറ്റങ്ങൾ ചെയ്തു എന്നുള്ള പേരില് ICC അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. അപ്പോ ഇതൊരു മോറൽ ഡിഫീറ്റ് ആണ്. ഈ ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ ഫോർമേഷനിലേക്ക് നയിച്ച റോം സ്റ്റാറ്റ്യൂട്ടിന് അംഗീകരിക്കുന്ന 124 കൺട്രീസ് ഉണ്ട് വേൾഡില്. ആ വേൾഡ് കൺട്രീസിൽ എവിടെ പോയാലും ദോസ് കൺട്രീസ് ആർ ലീഗലി ബൈൻഡിങ് ടു അറസ്റ്റ് ദിസ് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഓർ ഫോർമർ ഡിഫൻസ് മിനിസ്റ്റർ യോവ് ഗാലന്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹമാസിന്റെ ലീഡേഴ്സായ യാഹ്യ സിൻവറും മുഹമ്മദ് ദൈഫും ഇതുപോലെ ICCയുടെ വാർ ക്രിമിനൽ ലിസ്റ്റിൽ ഇതേ കേസിൽ പെട്ടു. പക്ഷേ ഇവർ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞു. അപ്പൊ ഇഫക്റ്റീവ്ലി ഈ ICCയുടെ ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഈ അറസ്റ്റ് വാറന്റ് ഒക്കെ വന്നേക്കുന്നത് ഇസ്രായേലിന്റെ ലീഡേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ്. അവര് ഈ എപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്നത് ചെയ്ത തെറ്റേക്ക് എല്ലാത്തിനും അദ്ദേഹം പറയുന്ന ഒരു ന്യായീകരണം, ഏതെങ്കിലും വേൾഡ് ഏജൻസീസ് എസ്പെഷ്യലി യുണൈറ്റഡ് നേഷൻസ് അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിന്റെ ആംസായ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അവരൊക്കെ ഇവർക്കെതിരെ ക്രിറ്റിസിസം കൊണ്ടുവരുമ്പോൾ ഇവർ പറയും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ആന്റി സെമിറ്റിക് ആണ്, അതുകൊണ്ടാണ് എന്ന്. പക്ഷെ അത് ജസ്റ്റ് ഒരു എസ്കേപ്പിസം മാത്രമാണ്. അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് രക്ഷപ്പെടാൻ പറ്റൂല. ഇന്റർനാഷണൽ ലോസ് എല്ലാം പാലിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നതാണ് ഇപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. They have the strong backing of USA under the leadership of Joe Biden. പക്ഷേ ഇവരുടെ ആക്ഷൻസ് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം 44,000-ഓളം പേര് ഇതുവരെയായിട്ട് ഗാസയിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഏതാണ്ട് 1 lakh ആൾക്കാർക്ക് ഇഞ്ചുറി പറ്റി. ഏതാണ്ട് മില്യൺസ് ഓഫ് ആൾക്കാർ, 1.5 to 2 million ആൾക്കാർ അവരുടെ ഹോമുകളിൽ നിന്ന് 2.3 million ആൾക്കാർ അവരുടെ വീടുകളിൽ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആയി. സോ ഹൗ ക്യാൻ ഇറ്റ് ബി എ വാർ കീപ്പിംഗ് ഓൾ ദ ഇന്റർനാഷണൽ നോംസ് ഇൻടാക്ട്? ഇറ്റ് ഈസ് ആന്റി ഹ്യൂമൻ. ആക്ച്വലി ഇറ്റ് ഈസ് ഓൾസോ എ ജീനോസൈഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നെതന്യാഹുവിന് അങ്ങനെ പറഞ്ഞ് കൈ കഴുകാൻ പറ്റൂല. പക്ഷെ എന്തായാലും ഇപ്പോ ഇതൊരു
ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടുകാർക്ക് എങ്ങും പോയി ഇവരെയൊന്നും അറസ്റ്റ് ചെയ്യാനുള്ള ഫോഴ്സ് ഒന്നുമില്ല. ഇന്ന് വരെയും ICC പുറപ്പെടുവിച്ച ഒരു അറസ്റ്റ് വാറണ്ടിലും ഒരു വേൾഡ് ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്തതായിട്ട് എനിക്ക് എന്റെ ഓർമ്മയിലുള്ളൂ. ഇനി അങ്ങനെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ട ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് അങ്ങനെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്തോ അറിയില്ല. പക്ഷെ റീസെന്റ് ഹിസ്റ്ററിയിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല, ഉറപ്പാണ്. പുട്ടിന് അഗേൻസ്റ്റ് ആയിട്ട് ഈ ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ട്. പഴയ പിന്നീട് സുഡാന്റെ പ്രസിഡന്റ് ആയിരുന്ന ഒമർ അൽ ബഷീറിന് അഗേൻസ്റ്റ് ആയിട്ട് അറസ്റ്റ് വാറണ്ട് ഉണ്ട്. ഇവരെ ആരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒമർ അൽ ബഷീർ is not now he is not the president of Sudan but still he is living in Sudan peacefully, without any problem, and he was not arrested by ICC or any other nation because of the arrest warrant issued against him some decades back. സൗത്ത് സുഡാൻ എന്നൊരു രാജ്യം സുഡാനിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് പോയി. ആ സമയത്ത് സൗത്ത് സുഡാനിലെ ക്രിസ്ത്യൻസിന് അഗേൻസ്റ്റ് ആയിട്ടൊക്കെ ചെയ്ത ജിനോസൈഡിന് അഗേൻസ്റ്റ് ആയിട്ടാണ് ഒമർ അൽ ബഷീറിന് അഗേൻസ്റ്റ് ആയിട്ട് അന്ന് ഈ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. ഓക്കെ, അപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് എ മോറൽ ഫെയിലിയർ ഓഫ് ഇസ്രായേലി ലീഡർഷിപ്പ്. അവർക്ക് ഡിപ്ലോമാറ്റിക്കലിയൊക്കെ ഒരുപാട് നാണം കെടേണ്ടി വരും, ഒരുപാട് രാജ്യങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെടേണ്ടി വരും. അതൊക്കെയാണ് ഒരു ഫോളോ ഔട്ട് പോലെ. ഓക്കെ, പിന്നെ ഇതിൽ 2 ആർട്ടിക്കിൾസ് ഉണ്ട്. ഫസ്റ്റ് ആർട്ടിക്കിൾ ശശി തരൂർ എഴുതിയാണ്. സെക്കൻഡ് ആർട്ടിക്കിൾ നമ്മളെ കേരളത്തിലെ ഡെപ്യൂട്ടി ലോ സെക്രട്ടറി ഫൈസൽ CK എന്ന് പറയുന്ന ഒരു ബ്യൂറോക്രാറ്റ് എഴുതിയാണ്. ഈ 2 ആർട്ടിക്കിളും ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അഡോപ്ഷന്റെ 75th ആനിവേഴ്സറി പ്രമാണിച്ച് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജനറൽ ഡിസ്ക്രിപ്ഷനാണ്. ജനറൽ ഡിസ്ക്രിപ്ഷൻ അല്ല, ജനറലി ഒരു ഒരു അനാലിസിസ് ആണ്. അപ്പോ ഫസ്റ്റിൽ തരൂർ ആക്ച്വലി ഇതിൽ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഒക്കെ കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നെങ്കിൽ ആർട്ടിക്കിൾസ് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് വായിച്ചാൽ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഉള്ളൊരു ഇതാണ്. ഇതില് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രണ്ടാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നതാണെന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഈ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന് ആക്ച്വലി ഒരു ഫെമിനിസ്റ്റ് ഐഡിയോളജി ഉണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് നമ്മളെ ഫാദേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്, അല്ലെങ്കിൽ ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എപ്പോഴും എല്ലാവരും നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട് ഈവൻ നമ്മളുടെ ഡോക്ടർ BR അംബേദ്കറിനെ പോലെ പറഞ്ഞ ഫൗണ്ടിങ് ഫാദേഴ്സ്. അത് തന്നെ പാട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെ പറയാൻ പാടില്ല. ഫൗണ്ടിങ് മദേഴ്സും ഉണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വിമൻ റെപ്രസെന്റേഷൻ വാസ് ദെയർ. അവരുടെ അഭിപ്രായങ്ങളും കൂടെ പരിഗണിച്ചാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്. അപ്പൊ ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16 ഇങ്ങനെയൊക്കെയുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആർട്ടിക്കിൾസിന്റെ അകത്ത് യാതൊരു വിവേചനവും പാടില്ല, ഓൾ ആർ ഈക്വൽ എന്ന് എഴുതി വെച്ചപ്പോ വിമൻ ആർ ഓൾസോ ഈക്വൽ ഇൻ അവർ സൊസൈറ്റി എന്നൊരു വ്യക്തമായ ആശയം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നുണ്ട്. എന്നിരുന്നാലും സ്ത്രീകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ചില ലേഡീസിന്റെ പേര് പറയുന്നുണ്ട്, ഞാനൊന്നും പറയുന്നില്ല ഇവിടെ. അവര് ശക്തമായി വാദിച്ചു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ അകത്ത് ആർട്ടിക്കിൾ 44 എഴുതി വെച്ചേക്കുന്നു. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമുക്കറിയാം, അത് കോർട്ടിൽ പോയി എൻഫോഴ്സിബിൾ അല്ല. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഒന്നും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ അകത്ത് ആർട്ടിക്കിൾ 44 അകത്ത് എഴുതി വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം, യൂണിഫോം സിവിൽ കോഡ്. ആ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന സംഭവം ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മളെ 12 തൊട്ട് 35 വരെയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അകത്ത് എഴുതി വെക്കണമെന്ന് അതിലെ സ്ത്രീകൾ ആവശ്യപ്പെട്ടിരുന്നു. ഈവൻ മുസ്ലിം ആയിട്ടുള്ള ഒരു അവരുടെ പേരൊക്കെ നീ പറയുന്നുണ്ട്, അവര് പോലും ആവശ്യപ്പെട്ടത് അതാണ്. എന്തിനാണെന്നറിയാമോ? നമ്മളുടെ യൂണിഫോം സിവിൽ കോഡ്, ഈ സിവിൽ കോഡുകൾ മിക്കതും ആന്റി വിമൻ ആണ്. ആന്റി വിമൻ ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് മിക്ക സിവിൽ കോഡുകളിലും ഉള്ളത്. ഹിന്ദുയിസം എടുത്താലും ഇസ്ലാം എടുത്താലും ക്രിസ്ത്യൻ എടുത്താലും എല്ലാം ഈ പറഞ്ഞ 14-ലും 15-ലും 16-ലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന റൈറ്റ് ടു ഇക്വാലിറ്റി വിമന് ഡിനൈ ചെയ്യുന്നത് പലപ്പോഴും ഈ സിവിൽ കോഡാണ്. അപ്പൊ ഈ സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് എടുത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അകത്ത് ഇട്ടിരുന്നുണ്ടെങ്കിൽ അത് ഡിനൈ ചെയ്യപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് എവിടെ പോയായിരുന്നു? സുപ്രീം കോർട്ടിനെയും ഹൈക്കോർട്ടിനെയും അപ്രോച്ച് ചെയ്യായിരുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 32 എടുത്തിട്ട് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എടുത്ത് അവർക്ക് അവിടെ പോയി ഹേബിയസ് കോർപ്പസും മാൻഡമസും സെർഷ്യോറിയും പ്രൊഹിബിഷനും ക്യോവാറന്റോ ഒക്കെ ഉപയോഗിച്ച് അവർക്ക് അവരുടെ റൈറ്റ്സ് സംരക്ഷിക്കായിരുന്നു. പക്ഷേ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ പുരുഷ കേസരികൾ അന്ന് സമ്മതിക്കാത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ അകത്ത് കൊണ്ടിട്ടു യൂണിഫോം സിവിൽ കോഡ്. ഇപ്പൊ അത് നടപ്പാക്കാൻ കിടന്ന് കഷ്ടപ്പെടുന്നു. BJP അത് ശ്രമിച്ചിട്ട് പോലും എല്ലാവരും എതിർക്കുന്നു.
അതൊരു കാര്യം ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യം. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നടന്ന ഡിസ്കഷൻസ് സ്ത്രീകളെടുത്ത നിലപാടുകളെ കുറിച്ച് അതിൻ്റെ അകത്ത് പറയുന്നു. അതുപോലെ ഈ നമ്മളുടെ ഈ റൈറ്റ് ടു റിലീജിയൻ ഉണ്ടല്ലോ, ആർട്ടിക്കിൾ 24-27 അല്ലേ, റൈറ്റ് ടു റിലീജിയൻ, ഇഷ്ടമുള്ള റിലീജിയൻ പ്രൊഫസ് ചെയ്യാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഫ്രീഡം. അവിടെയും ഈ റൈറ്റ് ടു റിലീജിയസ് ഫ്രീഡം കൊടുത്തപ്പോ ചില റെസ്ട്രിക്ഷൻസ് വയ്ക്കണം എന്ന് ഈ സ്ത്രീകളെല്ലാം ആവശ്യപ്പെട്ടിരുന്നു. അമൃത് കൗറിന്റെ പേരും ബീഗം ഐസാസ് റസൂലിന്റെ പേരും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്, ഹൻസ മേത്തയുടെ പേരും ഒക്കെ. അവരൊക്കെ ഉൾപ്പെടുന്ന എല്ലാവരും ഈ റിലീജിയസ് ഫ്രീഡം പറയുമ്പോൾ പോലും അതിലും കുറെ റെസ്ട്രിക്ഷൻസ്. കാര്യം ഓൾമോസ്റ്റ് ഈ റിലീജിയസ് ഫ്രീഡം, റെസ്ട്രിക്ഷൻസ് വയ്ക്കാത്ത റിലീജിയസ് ഫ്രീഡം എല്ലാ റിലീജിയൻസിലും ഒരുപാട് ആന്റി വിമൻ ആയിട്ടുള്ള പ്രാക്ടീസസ്, സതി പോലും ഇന്ത്യയിൽ നടന്ന സംഭവമാണ് ഹിന്ദുയിസത്തിലുണ്ടായിരുന്ന. അപ്പോൾ ഈ റിലീജിയസ് ഫ്രീഡം കൊടുക്കുമ്പോൾ ആ റിലീജിയസ് ഫ്രീഡം പലതും ആന്റി വിമൻ ആണ്. അതുകൊണ്ട് തന്നെ അവരൊരു വാക്ക് ഇതിൽ ഫ്രീഡം ഓഫ് റിലീജിയൻ എന്നുള്ളത് മാറ്റി വേറെന്തോ ഒരു വാക്ക് യൂസ് ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ അൺബ്രൈഡൽഡ് ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ് ഇത്തരത്തിലുള്ള ആന്റി വിമൻ ആയിട്ടുള്ള പ്രാക്ടീസസ് ഫോളോ ചെയ്യാൻ. അത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അകത്ത് ഇത് എഴുതി വെച്ചേക്കുന്ന ഈ ഫ്രീഡം ഓഫ് റിലീജിയൻ എന്നുള്ള സംഭവം അത് പ്രാക്ടീസ് ചെയ്യാൻ നമ്മളുടെ പാട്രിയാർക്കിയൽ ആയിട്ടുള്ള സൊസൈറ്റി അനുവദിക്കുന്നതെന്നും, അതുകൊണ്ട് ഈ അൺബ്രൈഡൽഡ് ആയിട്ടുള്ള ഫ്രീഡം ഓഫ് റിലീജിയൻ എഴുതി വയ്ക്കല്ലായിരുന്നു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അകത്തൊക്കെ അന്ന് സ്ത്രീകൾ വാദിച്ചാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ ആ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡിസ്കോഴ്സ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഉണ്ടെങ്കിലും അതിലെ ചില കാര്യങ്ങൾ കറക്റ്റായിട്ട് അന്ന് ചെയ്യാതിരുന്നതുകൊണ്ട് ആന്റി വിമൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കാനുള്ള ഒരു കാരണവും ഇതുപോലുള്ള ചില കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹം വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് ഈ ഫ്രീഡം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ 75th ആനിവേഴ്സറിയിൽ എഴുതിയേക്കുന്നത്. പക്ഷേ ശശി തരൂർ എഴുതിയേക്കുന്ന ആർട്ടിക്കിളിൽ എനിക്ക് തോന്നുന്നു ഇത്രയും കാര്യങ്ങൾ പറയാനില്ല സത്യത്തിൽ. അതിൽ റിസർവേഷനെ കുറിച്ചും റിസർവേഷൻ കൊണ്ടുവന്നതിൽ കൂടി റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14, അതുപോലെ ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16 ഒക്കെ പ്രിസർവ് ചെയ്തു. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇപ്പോഴും ഈ അംബേദ്കറിന്റെ തിങ്കിങ്ങും, അംബേദ്കർ ആക്ച്വലി കാസ്റ്റ് ഹയറാർക്കി ഇല്ലാത്തൊരു സമൂഹത്തിന് ക്രിയേറ്റ് ചെയ്യാനാണ് ഈ റിസർവേഷനിൽ കൂടെ ശ്രമിച്ചത്. അതേസമയത്ത് മണ്ഡൽ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വഴിയാണ് OBCസിന് 27% റിസർവേഷൻ കൊടുക്കുന്നത്. ആ മണ്ഡൽ പക്ഷേ കാസ്റ്റിന്റെ ഓപ്പൺ ആയിട്ടുള്ള ഒരു എന്താ പറയുക പ്രകടനമാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ മണ്ഡലിന്റെ ആശയങ്ങൾക്കാണ് പിന്നീട് സമകാലീന ഇന്ത്യയിൽ പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് അദ്ദേഹത്തിന്റെ പാർട്ടിയും റെസ്പോൺസിബിൾ ആണ്. ശശി തരൂരിന്റെ കാര്യം കാസ്റ്റ് സെൻസസ് ഒക്കെ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ സമൂഹത്തിൽ ഡീപ്പ് റൂട്ടഡ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവിടുത്തെ സെക്കുലർ എന്ന് അവകാശപ്പെടുന്ന പാർട്ടികളാണ്. അപ്പോൾ എന്തായാലും ഈ നമ്മുടെ ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി ഉണ്ട്, പക്ഷെ സോഷ്യൽ ഇക്വാലിറ്റിയും എക്കണോമിക് ഇക്വാലിറ്റിയും ഇപ്പോഴും ഇല്ല. പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി വേണം, സോഷ്യൽ ഇക്വാലിറ്റി വേണം, എക്കണോമിക് ഇക്വാലിറ്റി വേണം. പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പൊളിറ്റിക്കൽ ഇക്വാലിറ്റി ഉള്ളത് എന്തുകൊണ്ടാണ്? നമുക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ആണ്. ഈ പണക്കാരനും പാവപ്പെട്ടവരും ഏത് ജാതിയിലും മതത്തിലും വംശത്തിലും വർഗത്തിലും സെക്സിലും ഉള്ളവർക്കും വോട്ട് ചെയ്യാം. ആ വോട്ട് ഒരേ വാല്യൂ ക്യാരി ചെയ്യുന്നുള്ളൂ. അംബാനിയുടെ വോട്ടിന് 100 വോട്ടിന്റെ വാല്യൂ, എൻ്റെ വോട്ടിന് 10 വോട്ടിന്റെ അല്ലെങ്കിൽ 2 വോട്ടിന്റെ വാല്യൂ, എന്നെക്കാൾ പൂറായിട്ടുള്ള ഒരാളുടെ വോട്ടിന് 1/2 വോട്ടിന്റെ വാല്യൂ, അങ്ങനെ അല്ലല്ലോ. അപ്പൊ ദർ ഈസ് എ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി ഇൻ ഇന്ത്യ. പക്ഷെ ആ സമയത്ത് ഇവിടെ സോഷ്യൽ ഇക്വാലിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. സോഷ്യൽ ഇക്വാലിറ്റി ഇല്ലാത്തതുകൊണ്ടല്ലോ കാസ്റ്റ് ഹൈറാർക്കിയൊക്കെ ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നത്. എക്കണോമിക് ഇക്വാലിറ്റിയും ഉണ്ടാക്കാൻ വേണ്ടിയാണ് സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിലൊക്കെ എഴുതി വെച്ചേക്കുന്നത്. സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള പോളിസി ഗവൺമെന്റ് ഫോളോ ചെയ്യണം. പക്ഷെ സ്റ്റിൽ നമുക്ക് റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ സ്വത്ത് എടുത്ത് പാവപ്പെട്ടവന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ അങ്ങനെയുള്ള പ്രൊവിഷൻസ് ഇന്നും ഇന്ത്യയിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എക്കണോമിക് ഇക്വാലിറ്റി ഒന്നുമില്ല. അതിന്റെ കാര്യങ്ങളാണ് കൂടുതലും തരൂര് പറയുന്നത്. എനിക്കൊന്ന് അതിനേക്കാളും കുറച്ചുകൂടി നല്ല രണ്ടാമത്തെ ആർട്ടിക്കിളാണ്. പിന്നെ നമ്മൾ അതിനടുത്ത പേജിൽ പോകുമ്പം ഈ ഇന്നത്തെ പത്രത്തിൽ മൊത്തവും ഇലക്ഷന്റെ കാര്യങ്ങളാണ്. ജാർഖണ്ഡ് ഇലക്ഷനിൽ എങ്ങനെയാണ് ജാർഖണ്ഡ് മുക്തി മോർച്ച അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഷിബു സോറൻ വിൻ ചെയ്തതെന്നാണ് ഇനി അങ്ങോട്ടുള്ള 2-3 പേജുകൾ. അതാണ് നമുക്ക് വേണ്ട. പിന്നെ അഗെയിൻ കോൺസ്റ്റിറ്റ്യൂഷൻ സെക്കുലർ ആയെന്ന് എങ്ങനെയെന്ന് പറഞ്ഞ കുറെ ആർട്ടിക്കിൾ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ട് ആക്ച്വലി നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന 1949 നിലവിൽ വരുന്ന വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്യുന്ന 1949 November 26 ഞാൻ പറഞ്ഞു. 1950 January 26 ഇന്ത്യ അഡോപ്റ്റ് ചെയ്യുന്നു.
ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ സെക്കുലർ എന്നുള്ളൊരു വേർഡ് ഇല്ലാതിരുന്നു. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ സമയത്ത് 1975 അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ഷീ ബിക്കേം ടോട്ടലി അൺപോപ്പുലർ ആൻഡ് ഷീ വാസ് ഡിഫീറ്റഡ് ഇൻ ഇലക്ഷൻ ഓൾസോ. To make her image, to boost her image, she did this 42nd amendment of Indian Constitution, and she amended India's Constitution's preamble also, and added some words like socialist, secular, അങ്ങനെയൊക്കെ. ഈ സെക്കുലർ എന്ന് 76 ആഡ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സെക്കുലർ ആയിരുന്നു. Indian constitution was always secular from the beginning of Indian constitution itself. It was secular, but that word was not added in the preamble of Indian constitution. But still we can understand that our constitution is secular. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾസ് മാത്രം എടുത്താൽ മതി. 14, 15, 16 ഫണ്ടമെന്റൽ റൈറ്റ്സിൽ റൈറ്റ് ഇക്വാലിറ്റി 14, ഈ കാസ്റ്റിന്റെയോ സെക്സിന്റെയോ റിലീജിയന്റെയോ ഒന്നും പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. 15, ഈ പബ്ലിക് എംപ്ലോയ്മെന്റ് കാര്യത്തിലും കാസ്റ്റിന്റെയോ സെക്സിന്റെയോ റിലീജിയന്റെയോ റേസിന്റെ ഒന്നും പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. 17, അപ്പോൾ 16. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ 24 to 27 വരെ നമുക്ക് ഫ്രീഡം ഓഫ് റിലീജിയൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ മൈനോറിറ്റീസിന് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിക്കാനൊക്കെ ഉള്ള അവകാശം പിന്നെ വരുന്ന ആർട്ടിക്കിൾസിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് അറിയാമല്ലോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻഹറന്റ്ലി സെക്യുലർ ആണെന്ന്. സോ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ അത് എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇന്ദിരാഗാന്ധി എന്ന അവരുടെ ഇമേജ് ബൂസ്റ്റിങ്ങിന് വേണ്ടി ചെയ്തതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ അവിടെ. വീണ്ടും ഇലക്ഷൻ, അതിനടുത്ത പേജൊരു ഇലക്ഷൻ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 75th ആനിവേഴ്സറി കമമറേറ്റ് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു സ്പെഷ്യൽ സെഷൻ ഉണ്ടെന്ന്. അത് പ്രസിഡന്റ് ആണ് അഡ്രസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊരു ന്യൂസ്. താഴോട്ട് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ന്യൂസുകൾ. അടൽ മിഷൻ AIM എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്, അടൽ ഇന്നവേഷൻ മിഷൻ. അത് ഓൾറെഡി ഇന്ത്യയിൽ കഴിഞ്ഞ 6-7 വർഷം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കീമാണ്. ഇന്ത്യയിൽ ഇന്നവേഷൻ പ്രൊമോട്ട് ചെയ്യാൻ. ആക്ച്വലി ദി സ്കീം ഈസ് hugely successful because India's ranking in global innovation index was around 80 at the beginning of this decade. ഈ ഡെക്കേഡ് അല്ല, ലാസ്റ്റ് ഡെക്കേഡിന്റെ ബിഗിനിങ്ങിൽ ഇന്ത്യസ് റാങ്കിങ് ഇൻ ദ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് വാസ് അറൌണ്ട് 80-84 ആ ഒരു ഇതിലായിരുന്നു. നൗ ഇന്ത്യസ് റാങ്കിങ് ഇൻ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് ഈസ് 40. That is going to improve again and again because India is witnessing a lot of innovation. If you take the examples of our startup ecosystem, how many companies are coming, and all those companies are having very innovative ideas. That itself shows we are actually an innovative country. We are boosting innovation. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഇന്ത്യയിലാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു പരിധി വരെ ഈ അടൽ ഇന്നോവേഷൻ മിഷൻ എന്നുള്ള സ്കീം കാരണമായിട്ടുണ്ട്. അത് ഇന്നോവേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. അത് ഇപ്പോൾ 2750 crores 2750 crore അത് പഠിച്ചു വെച്ചേക്കണം. മാറ്റി വെച്ചോണ്ട് മാർച്ച് 31, 2028 വരെ വീണ്ടും നീട്ടാൻ തീരുമാനിച്ചു. മാർച്ച് 31 2028 വരെ നീട്ടാൻ തീരുമാനിച്ചു. 2750 crore മുടക്കി AIM. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞാണ് ഒരു പ്ലേസ് ഓഫ് വർഷിപ്പിന്റെ കാര്യം. സമ്പൽ എന്ന് പറയുന്ന മോസ്കില് വിഷയങ്ങൾ ഞാൻ ഇന്നലെ ഗ്യാൻവാബി മോസ്കിനെ പറഞ്ഞു. ഷാഹി ഈദ്ഗാഹ് മോസ്കിനെ കുറിച്ച് പറഞ്ഞു. കൃഷ്ണ ജന്മഭൂമിയിൽ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ട്. കമൽ മൗല ഭോജശാല ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞു മധ്യപ്രദേശിൽ. ഇന്നലത്തെ വീഡിയോ കണ്ടാൽ മതി. അപ്പൊ ആ കൂട്ടത്തിൽ ഇന്നലെ സമ്പൽ എന്ന് പറയുന്ന സ്ഥലത്ത് മുഗളേറയിലുണ്ടായ ഒരു മോസ്കിനെ കുറിച്ചും പറഞ്ഞു. അവിടെ ഇപ്പൊ കുറച്ച് പ്രോബ്ലംസ് ആണ്. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഭൂട്ടാൻ പിച്ചസ് ഗലഫു ആസ് ബിഗ്ഗസ്റ്റ് കോഓപ്പറേറ്റീവ് പ്രൊജക്ട്. ഇന്ത്യയില് ഗ്ലോബൽ കോൺഫറൻസ് ഓഫ് ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് നടക്കുകയാണ്. ICA എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ്. ലോകത്തിലെ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളുള്ള ഒരു കോഓപ്പറേറ്റീവ് പ്രസ്ഥാനമാണ് ICA, ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ്. ആൻഡ് ഗ്ലോബൽ കോൺഫറൻസ് ഫോർ ദി ഫസ്റ്റ് ടൈം happened in India, and yesterday Indian Prime Minister Narendra Modi inaugurated the same. അതുപോലെ ഇന്ത്യയുടെ കോഓപ്പറേറ്റീവ് മിനിസ്ട്രിയാണ് നടപ്പാക്കുന്നത്. പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ദ മിനിസ്റ്റർ റെസ്പോൺസിബിൾ ഫോർ കോഓപ്പറേഷൻ മിനിസ്ട്രി ഇൻ ഇന്ത്യ ഇസ് അമിത് ഷാ. അപ്പൊ അദ്ദേഹമാണ് ഹോസ്റ്റ്, അമിത് ഷാ, ബിക്കോസ് ഹി ഈസ് ദ കോഓപ്പറേഷൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ.
അപ്പം മോദി ഇന്നലെ അത് ഇനാഗുറേറ്റ് ചെയ്തു. അപ്പൊ ഭൂട്ടാന്റെ പ്രൈം മിനിസ്റ്റർ ഷെറിംഗ് തോബ്ഗെ വാസ് ദ ചീഫ് ഗസ്റ്റ് ഇൻ ദാറ്റ്. ഷെറിംഗ് തോബ്ഗെ വാസ് ദ ചീഫ് ഗസ്റ്റ് ഇൻ ദാറ്റ് കോൺഫറൻസ്. അപ്പൊ അദ്ദേഹം ഗലഫു എന്ന് പറയുന്ന, ഇത് ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്, ഗലഫു സിറ്റി, ഗലഫു മൈൻഡ്ഫുൾനെസ് സിറ്റി എന്ന് പറയുന്നത്, ഇത് ആസാം ബോർഡറിൽ ഭൂട്ടാൻ നടപ്പാക്കുന്ന ഒരു വമ്പൻ പ്രോജക്റ്റ് ആണ്. ഫോർ ദാറ്റ് Bhutan's king Jigme Khesar Wangchuk visited India twice during the last year, and Bhutan Prime Minister is also promoting that project in India yesterday also. അപ്പോൾ അവർക്ക് ഏറ്റവും വലിയ ബാക്കപ്പ് വേണ്ടത്, ഏറ്റവും വലിയ ഇൻവെസ്റ്റ് വേണ്ടത് ഇന്ത്യൻ ബിസിനസ്സുകാർ എന്നൊക്കെയാണ് അവിടെ. ഗൾഫ് ആക്ച്വലി അവർ ഗ്രീൻ എനർജി ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന IT അങ്ങനെയുള്ള എല്ലാ ബിസിനസ്സും അവിടെയുള്ള ഒരു വലിയൊരു വമ്പൻ പ്രോജക്റ്റ് ആണ് ഭൂട്ടാനെ സംബന്ധിച്ച്. ആസാമിന്റെ ബോർഡറിലാണ്. അവിടെ തന്നെ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടും വരുന്നുണ്ട്, ഗലഫു ഇന്റർനാഷണൽ എയർപോർട്ട്. അത് ഭൂട്ടാനിൽ നിന്ന് ആസാം വഴി ബംഗ്ലാദേശിലേക്കൊക്കെ പോകാനൊക്കെ ഈസി ആയിരിക്കും ആ എയർപോർട്ട് ഉപയോഗിച്ചുകൊണ്ടൊക്കെ പറയുന്നത്. അപ്പൊ എന്തായാലും നടന്നിരിക്കുക. പിന്നെ വൈഷ്ണോ ദേവി ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. വൈഷ്ണോ ദേവി ടെമ്പിൾ ഈസ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ, വൈഷ്ണോ ദേവി ടെമ്പിൾ. പിന്നെ ഇത് ഞാൻ എപ്പോഴും പറഞ്ഞാണ്, ഡൽഹിയിലെ പൊല്യൂഷൻ, അതിനെ കുറിച്ച് ഒന്ന് പറയാം. CAQM കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ്, the institution responsible for the air quality management in Delhi and adjoining areas. പിന്നെ ഇന്ത്യയുടെ പുതിയ ലേബർ കോഡ്സ് നടപ്പാക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ റീസെന്റ് അല്ല, 1-2 വർഷം മുമ്പ് കുറച്ച് ലേബർ കോഡുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ നടപ്പാക്കിയെടുക്കാൻ കുറെ സമയമെടുക്കും. കോഡ് ഓഫ് വേജസ്, the industrial relations code on social security and code on social security, occupational safety, health and working conditions code, അങ്ങനെ 4 ലേബർ കോഡുകളാണ് ഇന്ത്യ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ ഒരുപാട് ലേബർ സെൻട്രിക് ആയിട്ടുള്ള ലോസ് ഉണ്ട്. അതിനെ എല്ലാത്തിനെയും സ്ക്രാപ്പ് ചെയ്തുകൊണ്ട് only 4 laws for governing the ലേബേഴ്സ്. അതാണ് ലേബർ റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ഡീൽ ചെയ്യാൻ. പിന്നെ ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട ഇൻഫ്ലേഷന്റെ കാര്യമൊക്കെ അവിടെ നിന്ന് വേറെ ഒന്നും പറയാനൊന്നുമില്ല. ഇൻഫ്ലേഷൻ ഗ്രാജുവലി കുറയുമെന്നാണ്. ഇന്ത്യയിൽ ആക്ച്വലി ഇൻഫ്ലേഷൻ റൈറ്റ് നൗ ഈസ് 6.2%. വിച്ച് ഇൻഫ്ലേഷൻ? റീറ്റെയിൽ ഇൻഫ്ലേഷൻ മെഷേർഡ് ഓൺ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ മെഷേർഡ് ഓൺ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. Consumer price index is the index for the measurement of retail inflation in India, and it shows 6.2% reading during the last month. It is above the upper tolerance limit of Reserve Bank of India, that is 6%. 4 plus or minus 2 is the ബാൻഡ് എന്ന് പറയുന്ന ഇൻഫ്ലേഷന്റെ. ഒന്നുകിൽ 4 ആണ് ഐഡിയൽ, താഴോട്ട് പോയാൽ 2-ൽ നിൽക്കണം, മുകളിലോട്ട് പോയാൽ +2 വരെ പറ്റും, 6 അതിന്റെ മുകളിൽ പോയി. Mainly because of food inflation, but food inflation will cool, food prices will cool in the coming months എന്നാണ് ഗവൺമെന്റ് പറഞ്ഞത്, because of the bumper harvest government is expecting from the cultivation of various agriculture products, because of the sufficient monsoon we got during the last 2 to 3 months. നല്ല മൺസൂൺ കിട്ടിയിരുന്നു. So we are expecting a bumper ഹാർവെസ്റ്റിംഗ് ഓഫ് ക്രോപ്സ്. അപ്പൊ അത് നമ്മളുടെ പ്രൈസ് കുറയാൻ കാരണം, ഫുഡ് പ്രൈസ് കുറയാൻ കാരണമെന്ന് ഗവൺമെന്റ് വിചാരിക്കുന്നു. സോ ഗ്രാജുവലി കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ കുറയുമെന്നാണ്. വേറൊന്നും പറയാനില്ല. ഇന്റർനാഷണൽ പേജിൽ പോകുമ്പോൾ അവിടെ ഒരു വകയെ പറയാനില്ല. ഇന്റർനാഷണൽ പേജിൽ നമുക്ക് അങ്ങനെ അത്യാവശ്യം പറഞ്ഞ കാര്യങ്ങളും, അല്ലെങ്കിൽ ഇപ്പൊ ഇന്നത്തെ പത്രത്തിൽ അങ്ങനെ പറയാൻ കാര്യം, ഇൻഡോ പസഫിക് മേഖലയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇൻഡോ പസഫിക് മേഖലയിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള 4 രാജ്യങ്ങളാണ് ക്വാഡിലുള്ളത്. ക്വാഡ് അമേരിക്ക ഉണ്ടാക്കിയ ഒരു ഓർഗനൈസേഷനാണ് ക്വാഡ് ലാറ്ററൽ. അതിൽ ഇന്ത്യ, USA, ഓസ്ട്രേലിയ, ജപ്പാനാണുള്ള ക്വാഡിൽ. അപ്പൊ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ ഡോമിനൻസിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വാഡ് വരുന്നത്. അപ്പൊ അവിടെ ഇൻഡോ പസഫിക് മേഖലയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഞാൻ ഈ പറഞ്ഞ ക്വാഡ് കൺട്രീസിൽ ബ്രിട്ടൻ ഇല്ല, UK ഇല്ല. ബട്ട് UK ഈസ് ഓൾസോ ഗോയിങ് ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ ഇൻഡോ പസഫിക് അണ്ടർ ദ ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് UK, Keir Starmer. And they are going to coordinate their activities in India Pacific with the Quad grouping. അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അത്രയേ ഉള്ളൂ.
പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഇന്ത്യക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ന്യൂസ്, ഓസ്ട്രേലിയ ഇന്ത്യ തോപ്പിച്ചു. പക്ഷെ അതേ സമയത്ത് ദുഃഖം ഉണ്ടാക്കുന്ന ന്യൂസ്, വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ ഡി ഗുഗേഷ് ഇന്നലെ ഡിങ് ലിറന്റെ ഫസ്റ്റ് മാച്ച് തോറ്റുപോയി. ബട്ട് സ്റ്റിൽ ഹി ഹാസ് ടൈം. ഐ തിങ്ക് അറൌണ്ട് 14 റൗണ്ട്സ് ഓഫ് ഗെയിംസ് ആർ ദെയർ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജിൽ IPL ഓപ്ഷൻ, അതിനടുത്ത പേജിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. ഓക്കെ, ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് നിങ്ങളെ പഠിപ്പിച്ചത്. എല്ലാവരും വീഡിയോ കാണുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.